നമസ്കാരം. വളരെയധികം പ്രതീക്ഷകളോടെ പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ്. ഇന്ന് ചിങ്ങം 1. ഇന്നത്തെ ദിവസം പ്രശ്നം വച്ചപ്പോൾ രാശിപ്പലകയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു വർഷമായി തന്നെ മാറും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ കാര്യങ്ങൾ വന്നു ചേരുക എന്നറിയാം. ഏവർക്കും ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമായി തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമാകുന്ന ഒരു വർഷമായി തന്നെ മാറാം. പല വിധത്തിലും പരിവർത്തനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വിധത്തിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും എന്ന് ബോധ്യപ്പെടുന്നതായ ദിവസം തന്നെയാണ്. കർമ്മവുമായി ബന്ധപ്പെട്ട് അഥവാ കർമ്മപുഷ്ടി വന്നു ചേരുക, പണവരവ് ഉണ്ടാകുന്നതായ സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യാം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അർഹതയ്ക്കനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അധികാരവും പദവിയും ലഭിക്കുക, കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പല അവസരങ്ങളും ലഭിക്കാം. പ്രണയ സാഫല്യം വന്നു ചേരാം. കുടുംബപരമായ ചില തർക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിഘ്നങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. പൊതുവിൽ ബിസിനസ് പരമായും അനുകൂലം തന്നെയായ സമയമാണ്. തൊഴിൽ ഭാഗ്യം പോലും വന്ന് ചേരാവുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുക. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ ഒരു വർഷമായി തന്നെ മാറാം. പല ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും. കഠിനമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ നൽകും. എതിർപ്പുകൾ ഉണ്ടാകും, എങ്കിലും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലെയും പ്രയത്നങ്ങൾ പാഴാകില്ല എന്നുള്ളതാണ്. സ്വപ്നങ്ങളിൽ പലതും സഫലമാകുന്നതായ സമയം തന്നെയാണ്. പല കാര്യങ്ങളും ലഭിക്കുവാനായി കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കാത്തതായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകലാം. അകാരണമായ ഭയം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ തൊഴിൽ അവസരങ്ങൾ, ബിസിനസ് പരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കാവുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമളി സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാവുന്ന സമയം തന്നെയാണ്. സമ്പാദ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളർത്തുവാൻ സാധിക്കും. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുക, ന്യായമായ പല ആവശ്യങ്ങളും നടന്നു കിട്ടുക തുടങ്ങിയ കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം ഈ വർഷം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ചില കാര്യങ്ങളിൽ ചാഞ്ചാട്ടം ഉണ്ടാകും, എങ്കിലും അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാം. വരുമാന മാർഗം ഉണ്ടാകുന്ന സമയമാണ്. പലവിധ പദവികളിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. കഠിനമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല മേഖലകളിലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശ ജോലി പോലുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നവർ, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക്
അനുകൂലമായി തീരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഭൂമിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വീട് വാങ്ങുക, ഫ്ലാറ്റ്, സ്ഥലം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാവുന്നതുമാണ്. സാമ്പത്തിക ഭദ്രതയ്ക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ നേതൃപദവി അല്ലെങ്കിൽ അധികാരമുള്ള പദവികൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതുമാണ്. ജോലി ലഭിക്കുക, ജോലിയിൽ ഉയർച്ച സിദ്ധിക്കുക, വിദേശത്തേക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭ്യമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഒരു വർഷം തന്നെയാണ്. ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ഒരു വർഷം തന്നെയാണ്. ഈ സമയം കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പലവിധ സമ്മർദ്ദങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും നിരാകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ കടങ്ങൾ വീട്ടുവാനുമുള്ള ചില വഴികൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വെല്ലുവിളികൾ തരണം ചെയ്യുവാൻ സാധിക്കും. ചികിത്സ അനുകൂലമായി തന്നെ ഭവിക്കാം. സഹായം പലരിൽ നിന്നും ലഭിക്കാവുന്നതാണ്. പ്രണയബന്ധം അനുകൂലമായി തീരാവുന്നതുമാണ്. വെല്ലുവിളികൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ധനപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ചിരകാല അഭിലാഷങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്വീകാര്യത ലഭിക്കുക, പലരിൽ നിന്നും പ്രത്യേകിച്ചും സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കുക, ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തൊഴിൽ തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ വിജയം ഒരു പരിധി വരെ വന്നു ചേരാം. സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുക, ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പണമിടപാടുകളിൽ അബദ്ധം പിണയുവാനുള്ള ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ശ്രദ്ധ പുലർത്തണം. ചോതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും നിങ്ങൾക്ക് ഭാഗ്യപുഷ്ടിയുള്ള ഒരു സമയം തന്നെയാണ്, ഒരു വർഷം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ന്യായമായ പല ആവശ്യങ്ങളും നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തൊഴിൽ ഇല്ലാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാം. പഠന മികവ് വന്നു ചേരാം. കലാപരമായി വളർച്ചയുടെ ഒരു സമയമായി തീരാം. വ്യാപാരം തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, പുതിയ ശാഖകൾ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികമായും അല്ലാതെയും സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുവാൻ സാധിക്കാവുന്നതാണ്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചില്ല എങ്കിലും കൈവരാനുള്ള സാധ്യതകളുണ്ട്. പ്രണയികൾക്ക് വിവാഹ സാഫല്യം വന്നു ചേരാം. വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഗാർഹികമായ അന്തരീക്ഷം സമാധാനപൂർണമാകാം. വാഹനയോഗത്താൽ പുതുവാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. 5-ലെ രാഹു സഞ്ചാരം ഗുണകരമല്ലാത്ത ശാഠ്യങ്ങളും പിടിവാശികളുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും ഭാഗ്യം തുണയ്ക്കുകയും അത് കർമ്മത്തിലും നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും അനുകൂലമായി ഭവിക്കാവുന്ന, ഭാഗ്യം തുണയ്ക്കാവുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അനിഴം നാളുകാരെ സംബന്ധിച്ചിടത്തോളം
കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയമാണ്. ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനായാസമായി നേടേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. കടം വാങ്ങി ബിസിനസ് ചെയ്യുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പുറത്തുപോയി പഠിക്കുക, തൊഴിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ, ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുക, പലവിധ സഹായങ്ങൾ പലരിൽ നിന്നും ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹബന്ധം അനുകൂലമായി തീരാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെ ജീവിതത്തിൽ പണവരവ് വന്ന് ചേരാവുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, വായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വസ്തു വിൽക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാം. പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യം വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കഴിവുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. പല കാര്യങ്ങളിലും സ്വീകാര്യത കൈവരിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ പലതിലും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. മനഃശക്തി നിങ്ങൾക്ക് വന്നു ചേരാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാഹനഭാഗ്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഹൃദയ ഐക്യം വന്നു ചേരുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ശുഭഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവസരങ്ങൾ പല കാര്യങ്ങളിലും ലഭിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം. വായ്പ, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിധിവരെ വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്തേക്ക് പഠനം, തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു വർഷം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. തൊഴിൽ രംഗത്ത് ബിസിനസ് പരമായും മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാം. സാമ്പത്തികപരമായ ദുരവസ്ഥയ്ക്ക് പരിഹൃതമാകുന്ന കാര്യങ്ങൾ വന്നു ചേരാം. സൽപ്രവർത്തികൾ പലതും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ പുതിയ തൊഴിൽപരമായ കാര്യങ്ങൾ, അതായത് പുതിയ തൊഴിൽ ലഭിക്കുക, പുതിയ ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല ആവശ്യങ്ങളും പരിഗണന നൽകി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ അലോസരം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. കരാർ ജോലികൾ പോലുള്ള കാര്യങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഭാഗികമായാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോവുക, തൊഴിൽ ചെയ്യുക, അതായത് തൊഴിൽപരമായോ അല്ലെങ്കിൽ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കും.
പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ലോൺ, ചിട്ടി, വായ്പ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിലൂടെ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടാം. പല വ്യക്തികളിൽ നിന്നും സഹായം, സാമ്പത്തികം മാത്രമല്ല പലവിധ സഹായങ്ങളും വന്നു ചേരാം. പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു വർഷം തന്നെയാണ് മുൻപിലുള്ളത്. ജീവിതത്തിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായി വരാം, എന്നാൽ അതിൽ വിജയം കാണും. ജോലി തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അത് വിദേശത്താണ് എങ്കിലും തൊഴിൽ ലഭിക്കാം. ആവശ്യമായ കാര്യങ്ങൾ, ബാങ്ക് വായ്പകൾ, ചിട്ടി അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വീട്, വാഹനം, ആവശ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ആഭരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്, വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി വന്നു ചേരാം. ഈ സമയം കർമ്മപുഷ്ടി വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും സംതൃപ്തി പ്രതീക്ഷിക്കുവാൻ സാധിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അധികാരലബ്ധി വന്നു ചേരുക, പലരിൽ നിന്നും സഹായം ലഭിക്കുക, ശുഭവാർത്തകൾ തേടിയെത്തുക, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിതത്തിലെ ചില പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വരുമാന വർധനവിനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് ധനമാണ് എങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിലൂടെ ഫലങ്ങൾ ലഭിക്കാവുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രതീക്ഷിച്ചതായ സഹായം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. സുഹൃബന്ധത്തിൽ വിള്ളലുകൾ വീഴുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരിൽ നിന്നും സഹായം ലഭിക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, അത് ആഭരണമോ മറ്റു കാര്യങ്ങളോ ആകാം, അത്തരം ചില കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തിക സമ്മർദ്ദത്തിന് അയവുണ്ടാകുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത്. സ്വശക്തി ദുർബലപ്പെടുന്നു എന്ന തോന്നൽ ഒഴിവാക്കുവാൻ സാധിക്കും. ഭയം ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. അത്തരം കാര്യങ്ങൾ ലഭിക്കാം. അഭിവൃദ്ധി പല കാര്യങ്ങളിലും വന്നു ചേരാം. വിദേശവാസത്തിനുള്ള അവസരങ്ങളുണ്ട്. ഗാർഹിക അന്തരീക്ഷങ്ങൾ കുറെയൊക്കെ മെച്ചപ്പെടുന്നതായ ഒരു വർഷം തന്നെയാണ്. കൂടാതെ ആരോഗ്യപുഷ്ടി പ്രതീക്ഷിക്കാവുന്നതാണ്. ചികിത്സകൾ ശരിയായ രീതിയിൽ ഫലിച്ചു എന്ന് വരും. കൂടാതെ പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായ സമയം തന്നെയാണ്. പ്രണയ ജീവിതം അനുകൂലമായി തീരാം. വിവാഹത്തിലേക്ക് കലാശിക്കുവാൻ ഉള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അപ്രതീക്ഷിതമായി ഭാഗ്യം തുണയ്ക്കുന്ന ധനനേട്ടങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതായ ഒരു വർഷം തന്നെയാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. പൊതുവിൽ ഈ വർഷം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ഒരു വർഷം തന്നെയായി മാറാം.